കേരള രാഷ്ട്രീയത്തിൽ പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ്. അരനൂറ്റാണ്ടുകാലം അദ്ദേഹം കാത്തു സൂക്ഷിച്ച രാഷ്ട്രീയ പൈതൃകത്തിന്റെ തുടർച്ച ചാണ്ടിയുമ്മനിലൂടെ മണ്ഡലം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ 2026 പൊതു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പുതുപ്പള്ളിക്ക് പുറത്തും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ പേര് സജീവമായി ഉയർന്നു കേട്ടു. അത് അദ്ദേഹത്തിന്റെ മകൾ മറിയ ഉമ്മന്റേതായിരുന്നു. മറിയയുടെ സ്ഥാനാർത്ഥിത്വം, അതിനെ ചൊല്ലിയുള്ള കുടുംബത്തിനകത്തെയും പാർട്ടിയിലെയും ഭിന്നതകളും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. മറിയ ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നത് കോന്നിയിലെ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ്. UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലിന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത UDF കൺവീനർ അടൂർ പ്രകാശ് MP നടത്തിയ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനമുണ്ടാക്കി. മറിയ ഉമ്മൻ വേദിക്കരികിലേക്ക് വന്ന സമയത്താണ് അടൂർ പ്രകാശ് മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞത്. മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ ഗൗരവകരമായ ആലോചനകൾ പാർട്ടി തലത്തിൽ നടന്നിരുന്നു. എന്നാൽ തലവിധി മറ്റൊന്നായിപ്പോയി. കോന്നി, ചെങ്ങന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക് മറിയയുടെ പേര് സജീവമായി പരിഗണിച്ചിരുന്നുവെന്നാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമായത്. എന്നാൽ അവസാന നിമിഷം അവർ പട്ടികയിൽ നിന്നും പുറത്തായതിനു പിന്നിൽ രാഷ്ട്രീയമായ ചതുരംഗക്കളികൾക്കപ്പുറം കുടുംബപരമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ സഹോദരൻ ചാണ്ടിയുമ്മൻ സ്വീകരിച്ച നിലപാടാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ മാത്രം സജീവ രാഷ്ട്രീയത്തിൽ മതി എന്നതായിരുന്നു ചാണ്ടിയുടെ കടുത്ത നിലപാട്. ഇത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ തുടർച്ചയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. കുടുംബത്തിൽ നിന്ന് 2 പേർ ഒരേ സമയം നിയമസഭയിലേക്ക് വരുന്നത് ഉമ്മൻചാണ്ടിയുടെ രീതികൾക്ക് ചേർന്നതല്ല എന്നും ചാണ്ടിയുമ്മൻ പല വേദികളിലും ആവർത്തിച്ചു. മറിയ ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമായപ്പോൾ അവർക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ സിറ്റിംഗ് സീറ്റായ പുതുപ്പള്ളി വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്ന് വരെ ചാണ്ടിയുമ്മൻ നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചനകൾ. എന്നാൽ ഒരേ സമയം 2 പേർ മത്സരരംഗത്ത് ഉണ്ടാകരുത് എന്നതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇത് കുടുംബത്തിനകത്ത് ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമായതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. മറിയ ഉമ്മന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുന്ന മറ്റൊരു ഘടകം അവരുടെ ഭർത്താവ് വർഗീസ് ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനമാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയായാണ് വർഗീസ് ജോർജ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ഒരു കുടുംബത്തിലെ അംഗം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരുന്നത് വിവാദമായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മറിയ ഉമ്മൻ കാട്ടിയ വ്യക്തതയും ശ്രദ്ധേയമാണ്. ഭർത്താവിന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. വ്യക്തിപരമായി ഞങ്ങൾ ഒന്നാണെങ്കിലും രാഷ്ട്രീയമായി ഞാൻ എന്നും കോൺഗ്രസിനൊപ്പമായിരിക്കും എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇതോടെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും UDFന്റെ താരപ്രചാരകയായി മാറി കേരളം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചില്ലെങ്കിലും പ്രചാരണ രംഗത്ത് മറിയ ഉമ്മൻ നടത്തിയ ഇടപെടലുകൾ രാഷ്ട്രീയ പ്രതിയോഗികളെ പോലും ഞെട്ടിക്കുന്നതാണ്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ മറിയ നടത്തിയ പ്രസംഗം ഇതിനുദാഹരണമാണ്. സോളാർ വിവാദത്തിൽ തന്റെ പിതാവിനെ വേട്ടയാടിയവർക്ക് ജനങ്ങൾ മാപ്പ് നൽകില്ലെന്ന് അവർ തുറന്നടിച്ചു. KB ഗണേഷ് കുമാറിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു മറിയയുടെ പ്രസംഗം. പ്രതികാരം അപ്പയുടെ നിഘണ്ടുവിൽ ഇല്ലായിരുന്നു. കല്ലെറിഞ്ഞവരോട് പോലും ക്ഷമിച്ച പാരമ്പര്യമാണ് അപ്പയുടേത്. എന്നാൽ സോളാർ കേസിൽ അപ്പയെ മാനസികമായി തകർത്തതിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം ജനങ്ങൾ മറക്കില്ല എന്നും മറിയ വികാരാധീനയായി പറഞ്ഞു. പിതാവ് നേരിട്ട അനീതികൾക്കെതിരെ ഒരു മകൾ നടത്തുന്ന ധീരമായ പോരാട്ടമായി ഈ പ്രസംഗം കോൺഗ്രസ് അണികൾക്കിടയിൽ തരംഗമായി മാറി. മറിയ ഉമ്മന്റെ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യം ഇടത് മുന്നണിയിൽ നിന്നുള്ള കടുത്ത സൈബർ ആക്രമണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞത്, അപ്പയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ നേരിട്ട് കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വ്യക്തിഹത്യകൾ എന്നെ ഭയപ്പെടുത്തില്ല എന്നാണ്. തനിക്ക് ലഭിക്കുന്ന ഓരോ പ്രഹരവും രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. 2026 തിരഞ്ഞെടുപ്പിൽ മറിയ ഉമ്മൻ ഒരു സ്ഥാനാർത്ഥിയല്ലായിരിക്കാം, എന്നാൽ അവർ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമാണ്. ചാണ്ടിയുമ്മൻ ഉയർത്തിപ്പിടിക്കുന്ന ഏകാംഗ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന തത്വവും മറിയ ഉമ്മൻ കാട്ടുന്ന പ്രചാരണ വീര്യവും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ വിസ്മയത്തിന്റെ 2 മുഖങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ പൈതൃകത്തിനു വേണ്ടിയുള്ള അവകാശവാദങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മറിയ ശ്രമിക്കുന്നത്. വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ മറിയ ഉമ്മൻ വഹിക്കാൻ പോകുന്ന റോളുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.